പക്ഷെ മനസ്സിനെ ഞെക്കുന്ന ഒരു കാര്യം അവതരിപ്പിക്കാനാണ് ഞാൻ ഇവിടെ വന്നത്. എങ്കിൽ ആ വിഷയം ചർച്ച ചെയ്യാം. ചർച്ച വേണ്ട, ചർച്ച വേണം. ഞാൻ സഖാവ് ബിനോയ് വിശ്വത്തിന് മറുപടി പറഞ്ഞാൽ അത് വലിയ വാർത്തയായി അച്ചടിച്ചു വരും. ആയിക്കോട്ടെ, ഇന്ന് നമുക്ക് ഇവിടെ തന്നെ കൂടാ. എല്ലാം അറിഞ്ഞിട്ട് തന്നെ കാര്യം. തമ്പി, 2 കസേര എടുത്ത് പുറത്തേക്ക് ഇടുക. വലിയ വാർത്തയ്ക്ക് വേണ്ടി വർത്തമാനം പറയാൻ പാടില്ല. പച്ചവെള്ളം ചവച്ചു കുടിക്കണ പഞ്ചപാവം അങ്ങോട്ട് ഇറങ്ങിയില്ലടേ. വലിയ വാർത്തയ്ക്ക് വേണ്ടി വർത്തമാനം പറയുന്ന രീതി ഞങ്ങൾക്കില്ല. വലിയ വാർത്തയ്ക്ക് വേണ്ടി വർത്തമാനം പറയാതിരിക്കുക എന്നുള്ളത് രാഷ്ട്രീയമായ മര്യാദയാണ്. അങ്ങനെയാണ് സംഗതിയുടെ കിടപ്പ്. അപ്പോൾ വലിയ വാർത്തയ്ക്ക് വേണ്ടി ഞാൻ വർത്തമാനം പറയുന്ന ശീലമില്ല, ഞങ്ങളുടെ പാർട്ടിക്ക് ഇല്ല. പിന്നെ ഇനി നമ്മൾ എന്ത് ചെയ്യുമല്ലയ്യ, നീ ഒന്നും ചെയ്യണ്ട. ഡിവൈഎഫ്ഐക്ക് അത് സംബന്ധിച്ച് കൃത്യമായ ബോധ്യമുണ്ട്. ഇനി കഥയിലേക്ക് കിടക്കാം. 193 കേസുകളാണ് 2015 മുതൽ 25 വരെ ഇന്ത്യയിൽ രാഷ്ട്രീയ നേതാക്കൾ, ജനപ്രതിനിധികൾ എന്നിവർക്കെല്ലാം എതിരെ ED മാത്രം ചുമത്തിയത്. ഇത് നിനക്കുള്ള പ്രതിഫലമല്ല, എന്റെ ഒരു സമ്മാനമാണ്. എന്നാലും ഇരിക്കട്ടെ, നീ സ്നേഹത്തോട് തന്നല്ലേ. ഇവിടെ 2 കമ്പനികൾ തമ്മിൽ നികുതി അടച്ച് ഉടമ്പടി, അതിന്റെ മേൽ നടത്തിയ ഇടപാടുകൾ, അതിന് എല്ലാ തരത്തിലും ടാക്സ് നിയമാനുസൃതമായി എല്ലാ വഴികളും പൂർത്തിയാക്കി നടത്തിയ ഇടപാട് നല്ല ഓപ്പർച്യൂണിറ്റി ആയിരിക്കും നിനക്ക്. ആ ഓപ്പർച്യൂണിറ്റിക്ക് വേണ്ട. അതാണ് CPIMന്റെ നിലപാട്. ഒപ്പം ഡിവൈഎഫ്ഐയുടെ നിലപാട്. ഞാൻ അവന്റെ അടുത്ത് പറയട്ടെ, വണ്ടി എടുക്കാം. അവരോട് പറയണ്ട, ഞാൻ പറഞ്ഞ മതി.